ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷം പലതവണയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും അധികം ഉപയോഗിച്ചൊരു വാക്ക് വൈപ്പ് ഔട്ട് എന്നതാണ്. അതായത് ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യും, തുടച്ചു നീക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ അൽ-ഖസാം ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബൈദ ആ വാക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് IDF-നെ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബു ഉബൈദ. അതിനുള്ള കാരണം തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ 16 സൈനികരെ കൊന്നൊടുക്കുകയും 71 ഇസ്രായേൽ വാഹനങ്ങളും ടാങ്കുകളും ഉൾപ്പെടെ തകർക്കുകയും അതിനേക്കാളും അനേകം ഇരട്ടി സൈനികർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അബു ഉബൈദ തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിന്റെ നിരവധി വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ലോകം ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. കാരണം ഈ സമീപ മണിക്കൂറുകളിലാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് സൈനികരെ കൂട്ടത്തോടെ പിൻവലിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. കൃത്യമായി പറഞ്ഞാൽ 6ഓളം ബ്രിഗേഡുകളെ ഇസ്രായേൽ സൈന്യം IDF പിൻവലിച്ചു. അതിനുള്ള ഉത്തരവിറങ്ങി. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് നെതന്യാഹുവിന്റെ വാക്കുകൾക്ക് വിരുദ്ധമാണ് എന്നും നെതന്യാഹുവിന് എതിരായി നിൽക്കുന്ന സൈനികർ, അതായത് ഇനിയും മരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞോടുകയാണ് എന്നും ഒക്കെയുള്ള വിശകലനങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അബു ഉബൈദയുടെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതായത് ഞങ്ങൾ ശക്തമായി തിരിച്ചടിച്ച് ഇസ്രായേൽ സൈന്യത്തെ വൈപ്പ് ഔട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവർ പിന്തിരിഞ്ഞോടിയത് അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് പറയാതെ പറയുകയാണ് അബു ഉബൈദ. പക്ഷേ ലോകം ഇപ്പോൾ അങ്ങനെയാണ് ചർച്ചകൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അത്രയധികം സൈനികരെ ഒന്നിച്ച് ഇസ്രായേൽ പിന്തിരിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും. ആ കാരണം എന്താണെന്നാണ് അബു ഉബൈദയുടെ വാക്കുകളിൽ നിന്ന് വിശകലനം ചെയ്യപ്പെടുന്നത്. ബിഗ് ബാറ്റിൽ ബ്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോകൾ ഇപ്പോൾ ലോകവ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം തിരിച്ചടികൾ IDF-ന് നൽകുന്ന വിധത്തിലുള്ള ഒരു നീക്കം ഈ സമീപ ദിവസങ്ങളിലൊന്നും അൽ-ഖസാം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ 4 ദിവസങ്ങളായി തുടരുന്ന ശക്തമായ ആക്രമണം, അതേക്കുറിച്ചാണ് അബു ഉബൈദ പുതിയ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അൽ-ഖസാം ബ്രിഗേഡിന്റെ സ്പോക്ക് പേഴ്സണായ അബു ഉബൈദയുടെ കണക്കുകൾ പ്രകാരം 16 സൈനികരെ കൂട്ടക്കുരുതി ചെയ്തിട്ടുണ്ട് ഈ 4 ദിവസം കൊണ്ട്. 71 IDF വാഹനങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല. 42 മിലിറ്ററി മിഷനുകൾ ഞങ്ങൾ നടപ്പാക്കിയെന്നാണ്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടപ്പാക്കിയെന്നാണ് അബു ഉബൈദയുടെ ഭാഗം. ഒന്ന് ആലോചിച്ച് നോക്കുക, 4 ദിവസം 42 മിലിറ്ററി ഓപ്പറേഷനുകൾ എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം 10 മിലിറ്ററി ഓപ്പറേഷനുകൾ. ഇതൊക്കെ കണ്ട് ഭയന്നിട്ടാണ് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടിയത് അല്ലെങ്കിൽ ഇത്രയധികം സൈനികരെ പിൻവലിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? അല്ലാതെ മറ്റൊരു കാരണവും ഇസ്രായേൽ സൈന്യത്തിന് പറയാനില്ല. ഡാനിയൽ ഹഗാരി എന്ന സൈനിക ചീഫ് പറഞ്ഞത് ഇങ്ങനെ ആളുകളെ, സൈനികരെ തിരിച്ചു വിളിക്കുമ്പോൾ സാമ്പത്തികമായി കുറച്ച് ആശ്വാസമുണ്ടാകും, അതുപോലെ തന്നെ സൈനികർക്ക് വിശ്രമിക്കാനുള്ള സമയം ഉണ്ടാകുമെന്നൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്രയും ഭയാനകമായ ഒരു ആക്രമണം കഴിഞ്ഞ 4 ദിവസമായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടക്കുകയാണെന്നും അത് ഇനിയും അവിടെ നിന്നാൽ പണി പാളുമെന്നും മനസ്സിലാക്കി പതിയെ ഓടിയതാണ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനങ്ങൾ വരികയാണ്. ഈ വാദം പരിഗണിക്കുമ്പോൾ ആ വ്യാഖ്യാനങ്ങൾക്ക് ശക്തി കൂടുകയുമാണ്. മിസൈലുകൾ, ആന്റി ബങ്കർ, ആന്റി പേഴ്സണൽ ഡിവൈസുകൾ എന്നിവ ഉപയോഗിച്ചാണ് അൽ-ഖസാം ബ്രിഗേഡ് 42 മിലിറ്ററി ഓപ്പറേഷനുകൾ നടത്തിയത്. ഈ ഓപ്പറേഷനുകളിൽ അവർ ഭൂരിഭാഗവും ഉപയോഗിച്ചത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ അമേരിക്കയുടെയും മറ്റും വമ്പൻ ആയുധങ്ങളെ നേരിടാൻ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഉപകരണങ്ങളാണ് അൽ-ഖസാം ബ്രിഗേഡ് ഉപയോഗിച്ചത് എന്ന് സാരം. ഇവിടെ ഇസ്രായേൽ സേന എത്രത്തോളം നിസാരന്മാരാണ്, എത്രത്തോളം ചെറുതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രഹരശേഷി അത് വ്യോമാക്രമണത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ലോകം വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ആക്രമണത്തിൽ വളരെ പ്രധാനമായി ഇവർ പറയുന്ന, അൽ-ഖസാം ബ്രിഗേഡ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആക്രമണ ശൈലി എന്ന് പറയുന്നത് 2 ടണലുകൾക്കും 2 വീടുകൾക്കും ഉള്ളിലിട്ടിട്ട് ഇസ്രായേലി സൈനികരെ ഒന്നാകെ പൊട്ടിച്ചു എന്നാണ്. നിരവധി സൈനികർക്ക് ഇതിൽ പരിക്കേറ്റു. ആ പരിക്കേറ്റു പോകുന്ന സൈനികരെ വീണ്ടും ആക്രമണം, അതായത് ഗസയിൽ സംഭവിക്കുന്ന അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഗസയിലും ഇതൊക്കെയല്ലേ സംഭവിക്കുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ആശുപത്രികൾ, ആളുകൾ കിടക്കുന്ന ആശുപത്രികൾ തകർക്കുന്നു. കൃത്രിമ ശ്വാസം കെട്ടി കുട്ടികൾ കിടക്കുമ്പോൾ അവിടേക്ക് വ്യോമാക്രമണം ഉണ്ടാകുന്നു. ലോക യുദ്ധ നിയമത്തിന് വിരുദ്ധമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഷെൽട്ടറുകളിൽ അഭയം തേടിയ, ജീവനിൽ കൊതിയായി പ്രാണനും പിടിച്ചോടി കിടക്കുന്ന ആളുകളെ അവരെയും കൊല്ലുന്നു. ഇതാണ് ഇസ്രായേൽ സൈന്യം അവിടെ ചെയ്യുന്നത്. അതേപോലെ ഇസ്രായേൽ സൈന്യത്തെയും ടണലിലിട്ടും വീടുകൾക്കുള്ളിലും ഇട്ട് പൊട്ടിക്കുകയാണ്. എന്നിട്ട് മരിക്കാതെ അവശേഷിക്കുന്നവരെ കൊണ്ടുപോകുമ്പോൾ വീണ്ടും അറ്റാക്ക് ചെയ്ത് ആ വാഹനങ്ങൾ ഉൾപ്പെടെ തകർക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളും വീഡിയോകളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൈനിക വാഹനത്തിലുള്ള മൈൻ ഫീൽഡ്, അതായത് നിരവധി മൈനുകൾ കൊണ്ടുവന്ന് പ്രയോഗിക്കാനായി കൊണ്ടുവന്ന ഒരു വാഹനം ആ മൈനുകളോടെ തന്നെ പൊട്ടിച്ചു. അതിലുണ്ടായിരുന്ന സൈനികരടക്കം മരിച്ചു.
അതേപോലെ ഗസ സ്ട്രിപ്പിലെ ഹെലികോപ്റ്റർ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടത്തി. ഗസ സ്ട്രിപ്പിൽ തന്നെ 2 വിമാനങ്ങൾ വെടിവെച്ച് താഴെയിട്ടു, ഒരു ഡ്രോൺ പിടിച്ചെടുത്തു. അതുപോലെ ആർട്ടിലറി ഉപയോഗിച്ച് ഇവരുടെ താൽക്കാലികമായിട്ടുള്ള ഇസ്രായേലിൻ്റെ അവിടുത്തെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അതായത് ഗസ സ്ട്രിപ്പിലെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്. ആ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ച് കമാൻഡോ റൂമും തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇസ്രായേലി ഫീൽഡുകളുടെ മൊത്തം ഒരു കമാൻഡ് റൂമായി പ്രവർത്തിച്ചിരുന്ന ആ കമാൻഡ് റൂം അപ്പാടെ തകർത്തു. അതുപോലെ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന ഒരു മിലിറ്ററി ബിൽഡപ്പ് സെറ്റപ്പ് ഉണ്ട്, അതും തകർത്തു. അതായത് വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നേരിടുകയാണ്. അവരുടെ ഈ ഓപ്പറേഷനുകളൊക്കെ ക്രോഡീകരിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ ഓപ്പറേഷനുകൾക്കൊക്കെ തന്ത്രപ്രധാനമായി പ്രവർത്തിച്ചിരുന്ന മിലിറ്ററി റൂം വരെ തകർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഈ തുരങ്കങ്ങൾ തപ്പി സൈനികർ വരുന്നു, അവിടെ ഇട്ട് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ ടാങ്കുകൾ കെട്ടിടങ്ങൾക്കിടയിലൂടെയൊക്കെ തെരഞ്ഞു വരുന്നു, ആ ടാങ്കുകൾ ആക്രമിക്കുന്നു എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സെൻറ്ററുകൾ തപ്പിപ്പോയി അടിക്കുകയാണ്. IDF-ന്റെ മെയിൻ സെൻറ്ററുകളൊക്കെ അടിച്ചു പൊട്ടിക്കുകയാണ്, തകർക്കുകയാണ്. നേരത്തെ ഹിസ്ബുള്ളയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേപോലെ തന്നെയായിരുന്നു നീങ്ങിയിരുന്നത്. അതായത് അതിർത്തിയിലുള്ള, നോർത്തേൺ ഇസ്രായേൽ അതിർത്തിയിലുള്ള സൈനിക ചെക്ക് പോസ്റ്റുകൾ, സൈനിക ബങ്കറുകൾ ഒക്കെ തകർക്കുക, അവരുടെ ആയുധപ്പുരകൾ വരെ തകർത്ത വാർത്തകൾ വന്നതാണ്. അപ്പോൾ ഏതാണ്ട് അതേ രീതിയിലേക്ക് ഹമാസും ആക്രമണം കടുപ്പിക്കുകയാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം ഇസ്രായേലിന് മേലുണ്ട്, ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്, അമേരിക്കയും കൈവിടുന്നു എന്ന വാർത്തകൾ വരുന്നു, ഹൂത്തികളോട് മുട്ടാനില്ലാതെ ചെങ്കടലിലെ കപ്പലുകളും പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പല വിധത്തിൽ ഇസ്രായേൽ സമ്മർദ്ദത്തിലാകുമ്പോൾ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചാൽ അത് ഇസ്രായേലിന് വലിയ പ്രതിസന്ധിയാകും. നെതന്യാഹുവിന് നിൽക്കക്കളിയില്ലാതാകുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ ഒരു തളർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ തിരിച്ചടികൾ ശക്തമാകുന്ന ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ ആക്രമണം വ്യാപിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, മോർട്ടാറുകൾ, ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ എന്നിവയാണ് അൽഖസാം ബ്രിഗേഡ് വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വലിയ മെർക്കാവ ടാങ്കുകൾ അടക്കമുള്ളവ തകർക്കാൻ ചില പ്രത്യേക മിസൈലുകളും അതുപോലെ തന്നെ ഇത്തരം മോർട്ടാറുകളും ഷോർട്ട് ഗണ്ണുകളും ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളും ഒക്കെയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടെൽ അവീവിലേക്ക് അൽ മുഖാത്മ 90 എന്ന് പറയുന്ന റോക്കറ്റുകളുടെ ഒരു വർഷം, അത് കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിനുണ്ടായതാണ്. ടെൽ അവീവിലേക്ക് അൽ മുഖാത്മ 90 എന്ന് പറയുന്ന റോക്കറ്റുകൾ വ്യാപകമായി ഉപയോഗിച്ചു. അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അതൊക്കെ ഒരു വലിയ മുന്നറിയിപ്പായി തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ നോക്കുക, നാശനഷ്ടങ്ങളുടെ തോത് ഗസയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് അവിടെ നാശനഷ്ടങ്ങളൊന്നും തന്നെയില്ല. ഒക്ടോബർ 7-ഉണ്ടായ ആ നാശനഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷേ IDF-ന്, ഇസ്രായേൽ സൈന്യത്തിന്, ഭരണകൂടത്തിന്, വാർ ക്യാബിനറ്റിന്, നെതന്യാഹുവിനൊക്കെ ഉണ്ടാകുന്ന തിരിച്ചടികൾ, സൈനികർക്ക് ഗ്രൗണ്ടിൽ കിട്ടുന്ന തിരിച്ചടികൾ, IDF-ന് ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അത് അതിശക്തമാണ്. ഒരുപക്ഷെ ഹമാസിന് ഉണ്ടാകുന്നതിനേക്കാൾ ഇരട്ടിയിലധികം തിരിച്ചടികൾ IDF-ന് ഉണ്ടാകും. അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഹമാസിന്റെ ആളുകൾ, അല്ലെങ്കിൽ അൽഖസാം ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന സംവിധാനം, അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വരുന്ന ആളുകളാണ്. അപ്പോൾ അവരെ കൊന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യമൊന്നുമില്ല. കാരണം അവർ മരിക്കും എന്ന് അവരെ ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. അവർക്ക് വിജയമാണ് അവരുടെ ടാർഗറ്റ്. അവരുടെ ടാർഗറ്റാണ് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാശനഷ്ടത്തിൻ്റെ തോത്, ആഘാതം വളരെ കൂടുതലായിരിക്കും. എന്തായാലും പുതിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അൽഖസാം ബ്രിഗേഡ് പുറത്തുവിടുന്നു. ഇസ്രായേൽ സേന പിന്തിരിഞ്ഞോടിയതിൻ്റെ കാരണം ഞങ്ങൾ നടത്തിയ ഈ ആക്രമണമാണെന്ന് പറയാതെ പറയുന്നു. ലോകം അത് വലിയ ചർച്ചയാകുന്നു. വീണ്ടും നാണം കെട്ട അവസ്ഥയിലേക്ക് നെതന്യാഹു പോകുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു വലിയ വിഷമം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇസ്രായേലിന് എന്ന സത്യം, അത് തിരിച്ചറിയുകയാണ് ലോകം.